Hello students, welcome to the YouTube channel of Science Academy. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് സം ടോപ്പിക്സ് അല്ലേ എവിടെ നിന്നുള്ളത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലാസ് 1 നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ക്ലാസ് 2 ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അതുപോലെ തന്നെ ക്ലാസ് 3 ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡുവൽ നേച്ചർ ഓഫ് ലൈറ്റ്, ഹൈഡ്രജൻ സ്പെക്ട്രം, ബോർസ് ആറ്റം മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇവിടെ ക്ലാസ് 3 നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഡുവൽ ബിഹേവിയർ ഓഫ് ലൈറ്റ് ഓർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ലൈറ്റിന് എന്ത് സ്വഭാവമുണ്ട്? ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. റേഡിയേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ലൈറ്റ് ഹാസ് നോ മീഡിയം, ലൈറ്റ് റിക്വയർഡ് നോ മീഡിയം ടു ട്രാവൽ അല്ലേ. ലൈറ്റിന് അങ്ങനെ പ്രത്യേകിച്ചൊരു മീഡിയം വേണ്ട ട്രാവൽ ചെയ്യാൻ. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾക്കിടയിൽ വിത്തൗട്ട് എനി ഫിസിക്കൽ മീഡിയം ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയേഷൻ വിളിക്കുന്നത്. ഫിസിക്സ് ആണ് ഭാഗം, നമ്മൾ കടക്കുന്നില്ല. ലൈറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. എന്താണ് ലൈറ്റിൻ്റെ കാര്യം പറയുന്നത്? നമുക്ക് ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അതായത് എന്താ, റഫ് ബ്ലാക്ക് സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓൾ കൈൻഡ് ഓഫ് എനർജീസ് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ലൈറ്റ് സ്ട്രൈക്സ് ഓൺ എ മെറ്റൽ, ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ്. ഇത്തരം പ്രോപ്പർട്ടീസ് എല്ലാതും ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ച് വളരെ സക്സസ്ഫുള്ളി എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. ലേറ്റർ എന്ത് സംഭവിക്കുകയാണ്? മറ്റു ചില ഫിനോമിനൻസ് ലൈറ്റ് കാണിക്കുന്നത് ഇൻ്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ പോലുള്ള ഫിനോമിനൻസ്. ആ ഫിനോമിനൻസ് നമുക്ക് പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി പാർട്ടിക്കിൾ നേച്ചർ, വേവ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫ്ലിപ്പ് ചെയ്തിരിക്കുകയാണ് ലൈറ്റിൻ്റെ സ്വഭാവം. അങ്ങനെ ഫൈനലി കൺക്ലൂഡ് ചെയ്യാണ് ലൈറ്റിന് ഡുവൽ ക്യാരക്ടർ ഉണ്ട്. ലൈറ്റ് ഹാസ് ബോത്ത് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് വേവ് നേച്ചർ അല്ലെ. ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ വേവ് നേച്ചറും ഉണ്ട്. അപ്പോൾ 2 നേച്ചറിനെ കാണിക്കാനാണ് ഡുവൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, ഡുവൽ ക്യാരക്ടർ. അപ്പോൾ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ അല്ലേ പ്രധാനമായിട്ടും അല്ലേ ഏതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ വേവ് നേച്ചർ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നു? ഡിഫ്രാക്ഷൻ ആൻഡ് ഇൻ്റർഫെറൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഒരു പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ മറ്റൊരു പ്രോപ്പർട്ടിയോടെ ഇല്ല എന്നല്ല. അവിടെ എന്ത് ചെയ്യാണ്? കമ്പാരിറ്റീവ്ലി വേവ് പ്രോപ്പർട്ടി കൂടുമ്പോൾ പാർട്ടിക്കിൾ നേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആൻഡ് വൈസ് വേർഡ്സ. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? വെൻ ലൈറ്റ് ഇൻ്ററാക്ട്സ് വിത്ത് മാറ്ററുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ അല്ലെ, മാസ്സുള്ള സബ്സ്റ്റൻസുകൾ മാക്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതാണ്? പാർട്ടിക്കിൾ നേച്ചർ ബിക്കം മോർ പ്രോമിനൻറ്റ്. കൂടുതലായിട്ടും പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ ആയിരിക്കും. എന്നാൽ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ? വേവ് നേച്ചർ ആയിരിക്കും എന്നുണ്ടായിരിക്കുക, കൂടുതലും എലവേറ്റഡ് ആയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ശരി. ദെൻ നമുക്കിനി എന്താ നോക്കേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ സ്പെക്ട്രം അല്ലേ. വാട്ട് ഈസ് സ്പെക്ട്രം? ഇവിടെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടയോ ഈ വേർഡ് അല്ലാണ്ടേ നമ്മൾ സ്പെക്ട്രം പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹൗ മെനി കളേഴ്സ് ആർ ദർ ഇൻ വൈറ്റ് ലൈറ്റ് അല്ലേ. വൈറ്റ് ലൈറ്റിൽ എത്ര കളേഴ്സ് ഉണ്ട്? ന്യൂട്ടൻ്റെ കളർ ഡിസ്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ 7 കളേഴ്സ് ആണുള്ളത്. വിബ്ജിയോർ അല്ലേ. ആ വിബ്ജിയോറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെക്ട്രം. കാരണം ഓരോ കളേഴ്സിനും ഓരോരോ ഫ്രീക്വൻസീസ് ആൻഡ് വേവ് ലെങ്ത് ഉണ്ട്. അതിൻ്റെ ബേസിസിൽ കളേഴ്സ് ഒരു കൃത്യമായ ഓർഡറിലാണ് വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയണിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ആ കളക്ഷൻ ഓഫ് കളേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സ്പെക്ട്രം വിസിബിൾ ലൈറ്റിൻ്റെ അല്ലേ കളേഴ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു പറയുന്നുണ്ട്? ലൈറ്റ് സ്പെക്ട്രം. അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നും, ലൈറ്റ് ഒരു ബോഡി പുറത്ത് വിടുകയാണെങ്കിൽ അതിനെ എമിഷൻ സ്പെക്ട്രം എന്ന് വിളിക്കണം. ഈ വിസിബിൾ ലൈറ്റിലെ ഈ 7 കളേഴ്സ് അല്ലാണ്ട് അതിനോട് ചേർന്ന് തന്നെ വരുന്ന മറ്റു ചില റേഡിയേഷൻസ് ഉണ്ട് ലൈറ്റ് പോലെ തന്നെ. അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, എക്സ്റേ, ഗാമ റേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരെയും ഈ ഫ്രീക്വൻസീസിൻ്റെ ഓർഡറിലോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിലോ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ കളക്ഷനെയാണ് അല്ലെങ്കിൽ ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിസിബിൾ ലൈറ്റിൽ അല്ലേ, വിസിബിൾ ലൈറ്റിലുള്ളത് എന്താണെന്ന് പറയുന്നുണ്ട്? അത് ഈ 7 കളേഴ്സും സ്പെക്ട്രമാണ്. ആസ് വെൽ ആസ് ഏതാണ്? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് സച്ച് ആസ് എക്സ്റേ, ഗാമ റേ, അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള റേഡിയേഷൻസും എന്തായാലും വരുന്നുണ്ട്. ആ കളക്ഷനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈഡ്രജൻ സ്പെക്ട്രമാണ്.
വൈ ഹൈഡ്രജൻ സ്പെക്ട്രം? റൂതർഫോർഡിൻ്റെ വൺ ഓഫ് ദ ഫെയിലിയർ ആയിരുന്നു ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അതായത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിച്ചു പാർട്ടിക്കിൾസ് അല്ല എന്ത് ചെയ്യുന്നുണ്ട്, സെർട്ടൻ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ അത്തരമൊരു പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ സെർട്ടൻ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതല്ലെങ്കിൽ ആ അബ്സോർബ് ചെയ്ത എനർജി അത് എമിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അതാണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലൂടെ പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഏത് ആറ്റത്തിനെ കൺസിഡർ ചെയ്യുന്നത്? ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? മോണോ ഇലക്ട്രോണിക്, ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോൺ ഡിഫറെൻറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് ലോവർ എനർജി ലെവലിൽ നിന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഹയർ എനർജി ലെവലിലേക്ക് എത്തുന്നു. ഇനി ആ സ്റ്റേറ്റുകളിൽ അൺസ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള അബ്സോർബ് ചെയ്ത എമൗണ്ട് ഓഫ് എനർജി എമിറ്റ് ചെയ്തുകൊണ്ട് അവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺസ് വരുന്നു. നമുക്കൊന്ന് നോക്കി നോക്കാം സ്പെക്ട്രം അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്. ഇവിടെ കാണുന്നതാണ് എന്ത് ഡിഫറെൻറ്റ് എനർജി ലെവൽസ്. എൻ എന്നാണ് എനർജി ലെവൽസിനെ സൂചിപ്പിക്കുന്നത് അല്ലേ, എനർജി ലെവൽ അഥവാ ഷെല്ലിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ n = 1 ഏറ്റവും കുറവ് എനർജി അല്ലേ, 2 3 4 5 6 അങ്ങനെ ഇൻഫിനിറ്റി അല്ലേ എന്തിനെന്താ പറയുക എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ എനർജി ലെവലിൽ ഏറ്റവും കുറവ് ഏതാണ്? n = 1 ആണ് അല്ലേ. അവിടെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഹൈഡ്രജൻ ഇലക്ട്രോൺ ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ ആ ഇലക്ട്രോൺ അല്ലെ എവിടേക്ക് പോയിട്ടുണ്ടായിരിക്കും? ഒന്നില്ലെങ്കിൽ സെക്കൻഡ് എനർജി ലെവലിലേക്കോ തേർഡിലേക്കോ ഫോർത്തിലോ ഫിഫ്ത്തിലോ സിക്സ്ത്തിലോ ആയിരിക്കും പ്രസന്റ് ആയിരിക്കുക. കാരണം അവർക്ക് എനർജി കിട്ടി. ആ ഇലക്ട്രോണിന് ഒരു സൈലന്റ് എന്ത് ചെയ്യാണ്, ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് എനർജി അബ്സോർബ് ചെയ്ത് പുള്ളി എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു ഹയർ എനർജി ലെവലിൽ നിൽക്കുകയാണ്. ഈ എനർജി ലെവലിൽ നിന്നും ഗ്രാജുവലി കുറച്ച് എനർജീസ് എമിറ്റ് ചെയ്തുകൊണ്ട്, എനർജി എന്ന് പറയുമ്പോൾ എന്താ, ലൈറ്റിൻ്റെ ഫോമിൽ എമിറ്റ് ചെയ്തുകൊണ്ട്, കണ്ടോ, സെക്കൻഡിൽ നിന്നും അയാൾ ഫസ്റ്റ് ലെവലിലേക്ക് വരും. അതല്ല തേർഡിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ഫസ്റ്റിലേക്ക് വരുന്നു, ഫോർത്തിൽ നിന്നും ഫസ്റ്റിലേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് സീരീസ് ഓഫ് ലൈൻസ് എന്ത് ചെയ്യുന്ന പറയുന്നത് കിട്ടുന്നു അല്ലേ, ഈ എനർജീൻ്റെ ഒരു സീരീസ് ഓഫ് ലൈൻസ്. ഈ സീരീസ് ഓഫ് ലൈൻസിൻ്റെ കളക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈമൻ സീരീസ്. ആ ഓരോരുത്തർ ഡിസ്കവർ ചെയ്തതായതുകൊണ്ട് അവരുടെ പേരിന് ശേഷം എന്ത് ചെയ്യും, സീരീസ് എന്നുള്ളത് അറിയപ്പെടും. അപ്പോൾ ഫസ്റ്റിൽ എനർജി ലെവലിൽ എൻഡപ്പ് ചെയ്യുന്ന ഈ എനർജി ലൈൻസ് ആദ്യം ഒബ്സർവ് ചെയ്തത് ലൈമൻ ആണ്, അതുകൊണ്ട് ലൈമൻ സീരീസ്. ലൈമൻ സീരീസിൻ്റെ ഫ്രീക്വൻസി വെരി ക്ലോസ് ടു എന്താണ്, അൾട്രാ വയലറ്റ് ആണ്. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള എനർജീസ് അൾട്രാ വയലറ്റ് റീജിയനോട് ചേർന്ന് കാണപ്പെടും. ഓക്കെ, ശരി. ദെൻ സെക്കൻഡ് എനർജി ലെവലിലേക്ക് എത്തുന്നത്, അപ്പോൾ ഫസ്റ്റിലേക്കാണ് നേരത്തെ എല്ലാ എനർജി ലെവലിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോൺസ് ഫസ്റ്റിലേക്കാണ് എത്തിയത്. ഇപ്പം നമ്മൾ പറയുകയാണ് അത്രയും എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ തേർഡിൽ നിന്നും ഫോർത്തിൽ നിന്നും ഫിഫ്ത്തിൽ നിന്നും സിക്സ്ത്തിലൊക്കെ പ്രസൻ്റ് ആവാവുന്ന അല്ലേ ഇലക്ട്രോൺസ് അവിടെയൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാം, കയറിയിരിക്കാം കിട്ടുന്ന എനർജിക്ക് അനുസരിച്ച്. എന്നാൽ എനർജി റിലീസ് ചെയ്ത അയാൾ എവിടേക്ക് വരും, ഫൈനലി n = 2 സെക്കൻഡ് എനർജി ലെവലിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ വരുന്ന എനർജീസിൻ്റെ ലൈൻസ് അല്ലേ നമ്മൾ കളക്റ്റീവ്ലി എന്ത് വിളിക്കുന്നു, ബാൾമർ സീരീസ്. ആ ബാൾമർ സീരീസിലുള്ള ഓരോ ലൈൻസിൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ചിനോട് ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് ഈ സ്പെക്ട്രൽ ലൈൻസ് എവിടെ അപ്പിയർ ചെയ്യുന്നു, വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിൽ അപ്പിയർ ചെയ്യുന്നു. ഈ ലൈമൻ ബാൾമർ പോലെ തന്നെ 3 എൻഡ് ചെയ്യുന്ന ലൈൻസ് ഉണ്ട്, അവർ നമ്മൾ പാഷൻ സീരീസ് എന്നും, 4 എൻഡ് ചെയ്യുന്നതിനെ ബ്രാക്കറ്റ് സീരീസ് എന്നും, 5 എൻഡ് ചെയ്യുന്നതിനെ ഫണ്ട് സീരീസ് എന്നും വിളിക്കുന്നു. അങ്ങനെ 5 സീരീസ് ഓഫ് ലൈൻസ് ആണ് എനർജി ലൈൻസ് ഓഫ് ആണ് എന്തിൽ പഠിക്കാനുള്ളത്, നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്, ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രം. ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈൻസ് കാണാം. ആ സ്പെക്ട്രൽ ലൈൻസ് എന്തുണ്ട്, ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് അവരെ സീരീസ് ഓഫ് ലൈൻസ് എന്ന് വിളിക്കുന്നു. ആ സീരീസുകൾ ഡിസ്കവർ ചെയ്ത ആൾക്കാരുടെ പേര് വെച്ചിട്ട് ആ സീരീസുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം കഴിയുന്നില്ല. എന്താണ് പറയുന്നത്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒരുപാട് ലൈൻസ് ഉണ്ട് അല്ലേ. ആ ലൈൻസിൻ്റെ വേവ് ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ അല്ലേ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. എന്തായിരിക്കും ആ ഇക്വേഷൻ? അപ്പോൾ ആ ഇക്വേഷൻ പറയുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ പരിചയപ്പെട്ട 5 സീരീസുകൾ ഏതൊക്കെയാണ്, ലൈമൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഇവരുടെ ഗ്രൗണ്ട് ലെവൽ എന്താ പറയുന്നത്, എക്സൈറ്റഡ് എന്ന് വെച്ചാൽ എന്താ, എനർജി അബ്സോർബ് ചെയ്ത് ഒരു ഹയർ എനർജി ലെവലിൽ പോകും. അതാണ് n2 എന്ന് എഴുതിക്കണം. അവർക്ക് ഏതൊക്കെ എനർജി ലെവലിൽ പോകാം, ലൈമൻ സീരീസിലുള്ളത് 2 3 ലെവൽസ് എന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, അവർ താഴേക്ക് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ ലൈൻസ് എല്ലാം 1-ൽ എൻഡ് ചെയ്യും അല്ലേ. അവർ ഏത് റീജിയനിൽ അപ്പിയർ ചെയ്യും, ആ സ്പെക്ട്രൽ ലൈൻസ് അൾട്രാ വയലറ്റ് റീജിയനിൽ അപ്പിയർ ചെയ്യും. ബാൾമർ സീരീസിൽ
ലൈൻസ് എല്ലാതും എന്ത് ചെയ്യും, സെക്കൻഡ് എനർജി ലെവലിൽ എൻഡ് ചെയ്യും. അപ്പോൾ അവർ എവിടെ നിന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ 3, 4, 5 അങ്ങനെയുള്ള ഹയർ എനർജി ലെവലിൽ ആ ലൈൻസ് എല്ലാം വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയണിലായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. പാഷൻ ബ്രാക്കറ്റ് ഫൺ സീരീസിലെ ലൈൻസ് എല്ലാം ഏത് റീജിയണിലാണ്, ഇൻഫ്രാറെഡ് റീജിയണിൽ അപ്പിയർ ചെയ്യുകയും പാഷൻ സീരീസിലെ ലൈൻസ് എല്ലാം തേർഡ് എനർജി ലെവലിൽ എൻഡ് ചെയ്യുന്നു. ബ്രാക്കറ്റിൻ്റെ 4th എനർജി ലെവലിൽ എൻഡ് ചെയ്യുന്നു. ഫണ്ടിൻ്റെ 5th എനർജി ലെവലിൽ എൻഡ് ചെയ്യും. അപ്പോൾ 5th എൻഡ് ചെയ്യണമെങ്കിൽ അവർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, തൊട്ട് മുകളിലത്തെ എനർജി ലെവലിൽ അല്ലേ, 6 നിന്നും 7 നിന്നും. അതാണ് ഈ N1 N2 വാല്യൂസ് പരിചയപ്പെടാൻ പറയുന്നത്. ഈ N1 N2 വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അവരുടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് റിഡ്ബർഗ്സ് ഇക്വേഷൻ. റിഡ്ബർഗ്സ് ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾ, വേവ് നമ്പർ ന്യൂ ബാർ അല്ലേ, ന്യൂ ബാർ എന്നാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുക. എന്താണ് വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഈച്ച് സ്പെക്ട്രൽ ലൈൻ. ഓരോ സ്പെക്ട്രൽ ലൈനിൻ്റെയും വേവ് ലെങ്ത്തിൻ്റെ റെസിപ്രോക്കൽ, അതിനാണ് 1/λ എന്ന് എഴുതിയിരിക്കുന്നത്. ലാംഡയാണ് ആ സിമ്പിൾ, ശ്രദ്ധിക്കുക, 1/λ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ വരുന്നത്, ഈസ് ഈക്വൽ ടു 109677 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ എന്നാണ് വരുന്നത്. N1 എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ പറയാണ് ബാൾമർ സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് N1 ഓൾറെഡി കിട്ടി, എത്രയാണ്, 2. ബ്രാക്കറ്റ് സീരീസ് ഇസ് 4 അല്ലേ. ഇനി N2 എന്ന് പറയുന്നത് എന്ത് ചെയ്യും, 5th എക്സൈറ്റഡ് ലെവലിൽ നിന്ന് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, 5th എക്സൈറ്റഡ് ലെവൽ നോക്കി, ബ്രാക്കറ്റ് സീരീസിൻ്റെ N1 4, N2 5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് കിട്ടും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, വേവ് ലെങ്ത് ഫൈൻഡ് ചെയ്യാം, ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, റിഡ്ബർഗ്സ് ഇക്വേഷൻ്റെ പ്രത്യേകത. ഇതിൽ ഈ 109677 എന്ന് എഴുതിയിരിക്കുന്ന RHSലെ ആദ്യത്തെ വാല്യൂ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, റിഡ്ബർഗ് ഇക്വേഷനിലെ കോൺസ്റ്റൻ്റ് ആണ്, റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ റേസ് ടു -1 എന്നാണ് വരുന്നത്. ഈ റിഡ്ബർഗ്സ് ഇക്വേഷൻ കോൺസ്റ്റൻറ്റ് തന്നെ വേറൊരു സ്ഥലത്ത് വേഷം മാറി വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. നമുക്ക് നോക്കാം. ദെൻ അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം ഒക്കെ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആറ്റത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ പറയാം എന്നുള്ള രീതിയിലാണ് ബോർ എന്ത് ചെയ്യുന്നത്, പുതിയ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ്, ഒന്നൊന്നായി നമുക്ക് നോക്കാം. ബോർ ആദ്യം ചെയ്തത് റുദർഫോർഡുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് വേക്കൻഡ്, almost all mass and all positive charges concentrated somewhere inside the atom, that point is called a nucleus. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അവിടെ തൊട്ട് ഒരു ഡ്രോബാക്ക് വന്നിരുന്നു റുദർഫോർഡിന്. മാക്സ്വെൽ തിയറി എന്ത് ചെയ്യുന്നുണ്ട്, സർക്കുലർ ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ് എനർജി ലോസ് ചെയ്തു, ഗ്രാജുവലി എന്ത് ചെയ്യുന്നു പറയുന്നത്, റേഡിയസ് ഓഫ് ദി പാത്ത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ആ ഒരു പോരായ്മ അല്ലെങ്കിൽ ആ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്തിട്ടാണ് ബോർ മോഡൽ വരുന്നത്. ബോർ മോഡലിൻ്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് നോക്കിയാൽ, ദ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം റിമെയിൻസ് ഇൻ സർക്കുലർ ഓർബിറ്റൽ വിത്ത് ഫിക്സ്ഡ് റേഡിയസ് ആൻഡ് എനർജി അല്ലേ, എനർജി ഫിക്സ്ഡ് ആണ്, റേഡിയസ് ആണ്. ആ ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു രീതിയിലും അതിൻ്റെ എനർജി എന്ത് ചെയ്യുന്നില്ല, ലോസ്റ്റ് ആവുന്നില്ല, റേഡിയസും കുറയില്ല എന്ന് ബോർ ആദ്യമേ പറഞ്ഞു വയ്ക്കണം. അതുകൊണ്ട് അത് ആ ഒരു ഓർബിറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഷെല്ലിനെ, ഇലക്ട്രോൺ ബിലോങ് ചെയ്യുന്ന ഷെല്ലിനെ എന്ന് വിളിക്കും, സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ദ ഇലക്ട്രോൺ വിൽ മൂവ് from a lower stationary state to a higher stationary state when required amount of energy is absorbed by the electron. അങ്ങനെ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് ഇലക്ട്രിസിറ്റിയോ ലൈറ്റോ ഒക്കെ വന്ന് വീണാൽ അതൊക്കെ എനർജി ഓഫ് ഫോം ആണല്ലോ. അതിൽ നിന്ന് എനർജി എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുകയും ആ അബ്സോർബ് ചെയ്ത എനർജി യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഇലക്ട്രോൺ ലോവർ എനർജി ലെവലിൽ നിന്ന് എനർജി കൂടുതലുള്ള ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കാരണം എന്താ, എക്സ്ട്രാ എനർജി അയാൾക്ക് കിട്ടി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ജമ്പ് ചെയ്യുന്നതാണ് പറയുന്നത്, നോട്ട് ഫ്ലോയിങ് അല്ലേ. അപ്പോൾ അവിടെ പാർട്ടിക്കിൾ നേച്ചറിനെ വളരെ വ്യക്തമായിട്ട് ബോർ എന്ത് ചെയ്യുന്നുണ്ട്, തിയറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ടുള്ള റേഡിയേഷൻ അല്ലെ, എനർജി ഉണ്ട് അല്ലെ. ആ എനർജി ലൈറ്റ് ആണെങ്കിൽ ലൈറ്റിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇനി തിരിച്ച് പഴയ പോലെ വരുമ്പോൾ, അതായത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഇലക്ട്രോൺ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ ആ റിലീസ് ചെയ്ത എനർജി അല്ലെങ്കിൽ അബ്സോർബ് ചെയ്ത എനർജിയുടെ എന്ത് ചെയ്യണം, ഫ്രീക്വൻസി കാണാൻ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എന്താ ഇക്വേഷൻ നോക്കൂ. നമ്മൾ ഓൾറെഡി പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ പറഞ്ഞു, E = H × ന്യൂ
അപ്പം ന്യൂ അവിടെ നിർത്തിയിട്ട് എച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡെൽറ്റ ഇ ബൈ എച്ച്. എന്താ ഡെൽറ്റ വരാൻ കാരണം? രണ്ട് എനർജി ലെവൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഹയർ എനർജിന്ന് ലോവർ എനർജിന്ന് ഹയർ എനർജിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? സെർട്ടൈൻ എനർജി അബ്സോർബ് ചെയ്ത് അയാൾ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്തെന്ന് കൊടുത്തത്? ഡെൽറ്റ ഇ. അതാണ് E1 മൈനസ് E2 ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരുന്നത്. അപ്പോൾ ഡെൽറ്റ ഇ എന്നുള്ളതാണ് എന്ത്? E1 മൈനസ് E2. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്താ പറഞ്ഞത്? ദ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇസ് ക്വാണ്ടൈസ്ഡ്. അങ്ങനെ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? സർക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. എം മാസ് ഉള്ള വി വെലോസിറ്റി ഉള്ള ഇലക്ട്രോൺ ആർ റേഡിയസ് ഉള്ള ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്യാം. അപ്പോൾ അതിന് എന്തുണ്ടായിരിക്കുന്ന പറഞ്ഞേക്കണേ? ഒരു ആംഗുലാർ മൊമെന്റ് ഉണ്ടായിരിക്കും. ആ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കുന്ന പറഞ്ഞേക്കണേ? ഇസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ആ പൈൻ്റെ വാല്യൂ ഞാൻ 3.14 എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില ടെക്നിക്കൽ ഇഷ്യൂസിൻ്റെ പേരിലാണ് അങ്ങനെ എഴുതിയത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് എഴുതുക? m into v into r is the angular momentum which is equal to n into h/2π. അപ്പോൾ ഓരോ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെന്റ് എന്തായിരിക്കും? h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, അതായത് 1h/2π. അടുത്ത ഇലക്ട്രോണിൻ്റെ എത്രയായിരിക്കും? ചിലപ്പോൾ ഹയർ എനർജി ആണെന്നുണ്ടെങ്കിൽ 2/h/2 2 into h/2π. അങ്ങനെയായിരിക്കും എന്ത് വരിക? അവരുടെ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദെൻ ലാസ്റ്റ് ഇതിൽ നമ്മൾ ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റത്തിലെ ഒരു കാര്യം ഇതാണ് പറയുന്നത്. ബോർ കൃത്യമായ രണ്ട് ഇക്വേഷൻസ് നമുക്ക് പറഞ്ഞു തരാണ്. ഒന്ന് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ്, ഓർബിറ്റിൻ്റെ റേഡിയസും മറ്റൊന്ന് എനർജി ഓഫ് ദി സ്റ്റേഷനറി സ്റ്റേറ്റ്, ആ പെർട്ടിക്കുലർ സ്റ്റേഷനറി സ്റ്റേറ്റ് അഥവാ ഓർബിറ്റിൻ്റെ എനർജിയും. ആ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഇപ്പോൾ nth ഓർബിറ്റിലിരിക്കുന്ന ഒരാൾക്ക്, അതായത് ഫസ്റ്റ് ഓർബിറ്റിലാണെങ്കിൽ R1 അല്ലേ, ഈസ് ഈക്വൽ ടു n² ഇൻറ്റു A0 എന്ന് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഏത് ഓർബിറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ ഏത് സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ ആണോ കാണണ്ടേ അത്. ഇപ്പോൾ 1 ആണെങ്കിൽ 1 കൊടുക്കുക. ഓക്കെ, A0യുടെ വാല്യൂ ഫിക്സ്ഡ് ആണ്. ഇറ്റ് ഈസ് 52.9 pm പൈക്കോമീറ്റർ എന്നാണ് പറയുന്നത്. ഇനി എനർജി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനർജി ഓഫ് സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ ഇക്വേഷൻ നോക്കൂ. En is equal to minus RH ഇൻറ്റു 1/n² എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എന്താണ് എനർജി ലെവൽ? n ഈക്വൽ ടു 1, 2, 3 അങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. RH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു, ഒരു പ്രാവശ്യം കൂടി ഇയാൾ തിരിച്ചു വരും റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഇത്തവണ നോക്കൂ, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ ചെറിയ മാറ്റമുണ്ട്. ഇറ്റ് ഈസ് 2.18 × 10⁻⁻18 ജൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ജൂള് വന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എനർജിയാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്പർ എന്നുള്ള രീതിയിൽ n മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് RH-ൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ് വരിക? ജൂൾ തന്നെ. അപ്പോൾ ജൂളിൽ പറയുകയാണെങ്കിൽ RH-ൻ്റെ വാല്യൂ 2.18 × 10⁻⁻18. എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ, അതല്ല വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ 1/λ ആയതുകൊണ്ട് ലാംഡ നമ്മൾ സെൻറ്റിമീറ്റർ മീറ്ററിലൊക്കെ അല്ലേ പറയുക. അപ്പോൾ അവിടെ റിഡ്ബർഗിൻ്റെ വാല്യൂ 109677 cm⁻⁻1 എന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ. അത് ഈ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.